പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഫാദർ മന്ത്ര. എല്ലാവർക്കും STR മെഡിറ്റേഷനിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആധുനിക മനുഷ്യന്റെ ജീവിതത്തിൽ വിവരങ്ങൾ വളരെയധികമുണ്ട്. പക്ഷേ ഒരു വലിയ ചോദ്യം ഇന്നും മനുഷ്യന്റെ ഉള്ളിൽ നിലനിൽക്കുന്നു. ഇത്രയും വിവരങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യന് ഉള്ളിൽ വ്യക്തത കുറയുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് എപ്പോഴും ഭാരമുള്ളതായി അനുഭവപ്പെടുന്നത്? എന്തുകൊണ്ടാണ് പുറത്ത് ആളുകളാൽ ചുറ്റപ്പെട്ടിട്ടും ഉള്ളിൽ ശൂന്യത, ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നത്? എന്തുകൊണ്ടാണ് പ്രാർത്ഥനകൾ ഉണ്ടായിട്ടും ആന്തരിക സമാധാനം സ്ഥിരമാകാത്തത്? ഇന്ന് മനുഷ്യന് ഏറ്റവും പ്രയാസമുള്ള കാര്യങ്ങളിൽ ഒന്ന് ഒരു നിമിഷം പോലും പൂർണ്ണമായി ഈ നിമിഷത്തിൽ സന്നിഹിതനായി നിലനിൽക്കുക എന്നതാണ്. മനസ്സ് നിരന്തരം പുറത്തേക്ക് ഒഴുകുന്നു. ശ്രദ്ധ പല ദിശകളിലേക്ക് ചിതറുന്നു. ഉള്ളിലെ ഏകത ദുർബലമാകുന്നു. ഇവിടെയാണ് യേശുവിൻ്റെ ഈ വചനം അതീവ പ്രസക്തമാകുന്നത്. എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിൽ വസിക്കുന്നത് പോലെ. യോഹന്നാന്റെ സുവിശേഷം അധ്യായം 15 വാക്യം 4. ഈ വചനം മനുഷ്യന്റെ ആന്തരിക അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ആഴമുള്ള ആത്മീയ വെളിപ്പെടുത്തലാണ്. യേശു ഇവിടെ രണ്ട് യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ഒന്ന്, മനുഷ്യബോധത്തിന്റെ അസ്ഥിരത. രണ്ട്, ദൈവ സാന്നിധ്യത്തിന്റെ സ്ഥിരത. മനുഷ്യന്റെ മനസ്സ് ചലിക്കുന്നു, പക്ഷേ ദൈവ സാന്നിധ്യം ചലിക്കുന്നില്ല. മനുഷ്യൻ മറക്കുന്നു, പക്ഷെ ദൈവം വിട്ടുപോകുന്നില്ല. അതുകൊണ്ട് യേശുവിൻ്റെ ധ്യാന ദർശനം മനുഷ്യനെ പുറം ചലനങ്ങളിൽ നിന്ന് ആന്തരിക സന്നിഹിതത്വത്തിലേക്ക് നയിക്കുന്ന ഒരു ആത്മീയ ആഹ്വാനമായി മാറുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാന പാഠത്തിൽ ഈ വസിക്കൽ എന്ന ആത്മീയ ദർശനത്തെ നാം ആഴത്തിൽ ധ്യാനിക്കുന്നു. എന്നിൽ വസിക്കുവിൻ. സുവിശേഷങ്ങളിൽ യേശു മനുഷ്യന്റെ അശാന്ത മനസ്സിനെ വളരെ വ്യക്തമായി തിരിച്ചറിയുന്നുണ്ട്. കൊടുങ്കാറ്റ് വന്നപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെടുന്നു. പത്രോസ് തിരകളിലേക്ക് ശ്രദ്ധ മാറിയപ്പോൾ മുങ്ങി തുടങ്ങുന്നു. മാർത്ത അനേകം കാര്യങ്ങളാൽ കലങ്ങിപ്പോകുന്നു. ഈ സംഭവങ്ങളെല്ലാം ഒരേ സത്യം വെളിപ്പെടുത്തുന്നു: മനുഷ്യന്റെ ബോധം എളുപ്പത്തിൽ ചിതറിപ്പോകുന്നു. എന്നിൽ വസിക്കുവിൻ എന്ന യേശുവിൻ്റെ ആഹ്വാനം ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് മനസ്സിലാക്കേണ്ടത്. ഇത് വെറും മതപരമായ കൽപ്പനയല്ല. എന്നിൽ വസിക്കുവിൻ എന്ന ആദ്യ ഭാഗം മനുഷ്യന്റെ ആന്തരിക അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ആഴമുള്ള നിരീക്ഷണമാണ്. ഇവിടെ യേശു വെളിപ്പെടുത്തുന്നത് മനുഷ്യന് സ്വാഭാവികമായി ആന്തരിക സ്ഥിരതയിൽ നിലനിൽക്കാൻ കഴിയുന്നില്ല എന്ന സത്യമാണ്. മനുഷ്യബോധത്തിന്റെ സ്വാഭാവിക പ്രവണത ആന്തരിക സ്ഥിരതയിലേക്കല്ല, പുറം ചലനങ്ങളിലേക്കാണ്. മനസ്സ് ഒരു നിമിഷം ഭാവിയിലേക്ക് പോകുന്നു, മറ്റൊരു നിമിഷം ഭൂതകാലത്തിലേക്ക് തിരിയുന്നു. അത് ഭയങ്ങളിലേക്കും ആഗ്രഹങ്ങളിലേക്കും താരതമ്യങ്ങളിലേക്കും ഒഴുകുന്നു. ഇതിലൂടെ മനുഷ്യൻ തൻ്റെ ഉള്ളിലെ കേന്ദ്രത്തിൽ നിന്ന് അകന്നു പോകുന്നു. പുറത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഉള്ളിൽ വിഭജിക്കപ്പെട്ട അവസ്ഥയിൽ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങുന്നു. ഒരു ഭാഗം സമാധാനം ആഗ്രഹിക്കുന്നു, മറ്റൊരു ഭാഗം നിരന്തരം ഉത്കണ്ഠ സൃഷ്ടിക്കുന്നു. ഒരു ഭാഗം നിശബ്ദതയെ തേടുന്നു, മറ്റൊരു ഭാഗം ഉത്തേജനങ്ങളെ പിന്തുടരുന്നു. ഇവിടെയാണ് വസിക്കുവിൻ എന്ന വചനത്തിന്റെ ആഴം വെളിപ്പെടുന്നത്. യേശു മനുഷ്യനോട് പുതിയ ഒന്നും ചോദിക്കുന്നില്ല, മറിച്ച് ഇതിനകം ചിതറിപ്പോയിരിക്കുന്ന ബോധത്തെ വീണ്ടും സമാഹരിക്കാൻ വിളിക്കുകയാണ്. ഇവിടെ വസിക്കൽ എന്നത് ഒരു സ്ഥലത്ത് താമസിക്കുക എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ആന്തരികമായി സന്നിഹിതരാകുക എന്ന അർത്ഥത്തിലാണ്. ചിന്തകളും വികാരങ്ങളും ശ്രദ്ധയും
വീണ്ടും ഒരു ആന്തരിക കേന്ദ്രത്തിലേക്ക് മടങ്ങി വരുന്ന അവസ്ഥ. അതുകൊണ്ട് ഈ ആഹ്വാനം മനുഷ്യനെ ചിതറിൽ നിന്ന് ഏകതയിലേക്കും അശാന്തിയിൽ നിന്ന് സന്നിഹിതത്വത്തിലേക്കും വിഭജനത്തിൽ നിന്ന് ആന്തരിക സമാഹരണത്തിലേക്കും നയിക്കുന്നു. ഞാൻ നിങ്ങളിൽ വസിക്കുന്നത് പോലെ, ഇതർത്ഥമാക്കുന്നത് ദൈവ സാന്നിധ്യത്തിന്റെ സ്ഥിരതയാണ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ ധ്യാന ദർശനം മനുഷ്യന്റെ പ്രശ്നത്തെ മാത്രം കാണിക്കുന്നില്ല, അവൻ മറ്റൊരു വലിയ സത്യം കൂടി വെളിപ്പെടുത്തുന്നു. ദൈവ സാന്നിധ്യം മനുഷ്യന്റെ അശാന്തിയേക്കാൾ ആഴത്തിലുള്ള യാഥാർത്ഥ്യമാണ്. ഞാൻ നിങ്ങളിൽ വസിക്കുന്നു എന്ന വചനം ഇതാണ് പ്രഖ്യാപിക്കുന്നത്. മനുഷ്യന്റെ മനസ്സ് മാറാം, അവന്റെ വികാരങ്ങൾ മാറാം, ശ്രദ്ധ ചിതറാം, പക്ഷെ ദൈവ സാന്നിധ്യം മാറുന്നില്ല. മനുഷ്യൻ അതിനെ തിരിച്ചറിയുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചല്ല ദൈവത്തിന്റെ സാന്നിധ്യം. മനുഷ്യൻ അശാന്തനാകുമ്പോഴും അത് നിലനിൽക്കുന്നു, മനുഷ്യൻ മറന്നു പോകുമ്പോഴും അത് നിലനിൽക്കുന്നു, മനുഷ്യനുള്ളിൽ ശൂന്യത അനുഭവിക്കുമ്പോഴും അത് നിലനിൽക്കുന്നു. ഇവിടെ ദൈവം പുറത്തു നിന്ന് ഇടയ്ക്കിടെ സമീപിക്കുന്ന ഒരു സത്തയായി അവതരിക്കപ്പെടുന്നില്ല, മറിച്ച് മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ ആഴത്തിൽ തന്നെ സന്നിഹിതനായ യാഥാർത്ഥ്യത്തെയാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ ആത്മീയതയുടെ കേന്ദ്രം ഇതാണ്. ദൈവത്തെ ദൂരെയായി അന്വേഷിക്കേണ്ടതില്ല. മനുഷ്യൻ തൻ്റെ ഉള്ളിൽ സന്നിഹിതനാകാൻ പഠിക്കണം. കാരണം മനുഷ്യൻ ചിതറുന്നവൻ, ദൈവം നിലനിൽക്കുന്നവൻ. മനുഷ്യൻ മാറുന്നവൻ, ദൈവം സ്ഥിരതയുള്ളവൻ. മനുഷ്യന് വസിക്കാൻ പഠിക്കണം. ദൈവം ഇതിനകം വസിച്ചുകൊണ്ടിരിക്കുന്നു. ഈ തിരിച്ചറിവ് ക്രൈസ്തവ ധ്യാനത്തിന്റെ ഹൃദയമാണ്. വസിക്കൽ തിരിച്ചുവരവിന്റെ ധ്യാന പരിശീലനമാണ്. എന്നിൽ വസിക്കുവിൻ എന്ന യേശുവിൻ്റെ ആഹ്വാനം ഒരു ധ്യാന പരിശീലനമാണ്. ഇവിടെ വസിക്കൽ എന്നത് ഒരിക്കൽ മാത്രം നേടുന്ന ആത്മീയ നേട്ടമല്ല, മറിച്ച് വീണ്ടും വീണ്ടും പുതുക്കപ്പെടേണ്ട ഒരു ആന്തരിക ജാഗ്രതയാണ്. കാരണം മനുഷ്യബോധം എളുപ്പത്തിൽ ചലിക്കുന്നു. ജീവിതത്തിലെ സംഭവങ്ങൾ, വികാരങ്ങൾ, ഭയങ്ങൾ, ഓർമ്മകൾ, പുറം ലോകത്തിൻ്റെ ഉത്തേജനങ്ങൾ, ഇവ നമ്മുടെ മനസ്സിനെ വീണ്ടും തൻ്റെ കേന്ദ്രത്തിൽ നിന്ന് അകറ്റുന്നു. അതുകൊണ്ട് ധ്യാനത്തിൻ്റെ കേന്ദ്രം ഒരിക്കലും ചിതറാതിരിക്കുക എന്നതല്ല, ചിതറിപ്പോയ ശേഷം വീണ്ടും തിരികെ വരാൻ പഠിക്കുകയാണ്. ഇതാണ് വസിക്കാനുള്ള അഭ്യാസം. ശ്രദ്ധ വീണ്ടും ഉള്ളിലേക്ക് കൊണ്ടുവരിക, വീണ്ടും സന്നിഹിതനാകുക, വീണ്ടും ആന്തരിക സമാധാനത്തിലേക്ക് മടങ്ങി വരിക. ഓരോ തിരിച്ചുവരവും മനുഷ്യനെ തൻ്റെ ഉള്ളിൽ കൂടുതൽ സ്ഥിരതയുള്ളവനാക്കുന്നു. മനുഷ്യൻ ക്രമേണ തൻ്റെ മനസ്സിൻ്റെ ചലനങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങുന്നു. എന്താണ് തൻ്റെ ശ്രദ്ധയെ പിടിച്ചുകൊണ്ടു പോകുന്നത്? എന്താണ് ഉള്ളിലെ സമാധാനത്തെ തകർക്കുന്നത്? എന്താണ് അവനെ തൻ്റെ കേന്ദ്രത്തിൽ നിന്ന് അകറ്റുന്നത്? ഈ ജാഗ്രതയാണ് ധ്യാന പരിശീലനത്തിൻ്റെ തുടക്കം. അതുകൊണ്ട് ധ്യാനം മനസ്സിനെ ബലമായി നിശ്ചലമാക്കാനുള്ള ശ്രമമല്ല, മറിച്ച് മനസ്സ് ചിതറുമ്പോൾ, ചാഞ്ചാടുമ്പോൾ അത് തിരിച്ചറിയുകയും വീണ്ടും സന്നിഹിതത്വത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്ന ബോധ പരിശീലനമാണ്. ഇത്തരം ആവർത്തിതമായ പരിശീലനം മനുഷ്യന്റെ ഉള്ളിൽ പുതിയൊരു ആന്തരിക ക്രമം രൂപപ്പെടുത്തുന്നു. ആധുനിക
ന്യൂറോ സയൻസ് ഇതിനെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന ആശയത്തിലൂടെ വിശദീകരിക്കുന്നു. ആവർത്തിച്ച് ചെയ്യുന്ന മാനസിക അഭ്യാസങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തിൽ പുതിയ നാഡീപാതകൾ രൂപപ്പെടുത്തുന്നു. അതുകൊണ്ട് നിരന്തരം അശാന്തിയിലും പ്രതികരണാത്മക ജീവിതത്തിലും ജീവിക്കുമ്പോൾ അസ്ഥിരത ശക്തമാകുന്നു. എന്നാൽ വീണ്ടും വീണ്ടും സാന്നിധ്യത്തിലേക്കും സമാഹരണത്തിലേക്കും മടങ്ങി വരുമ്പോൾ ബോധത്തിന്റെ ഘടന ക്രമേണ പുനർരൂപീകരിക്കപ്പെടുന്നു. ഇവിടെയാണ് ധ്യാനം ഒരു പരിവർത്തനാത്മക പ്രക്രിയയായി മാറുന്നത്. മനുഷ്യൻ ഇനി പുറ സംഭവങ്ങളാൽ മാത്രം നിയന്ത്രിക്കപ്പെടുന്ന ഒരാളായി തുടരുന്നില്ല. മറിച്ച് തൻ്റെ ഉള്ളിൽ സന്നിധനാകാൻ പഠിക്കുന്ന ഒരാളായി മാറുന്നു. സ്നേഹമുള്ളവരെ, എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിൽ വസിക്കുന്നതുപോലെ എന്ന ഈ വചനം യേശുവിൻ്റെ ധ്യാന ദർശനത്തിൻ്റെ ഹൃദയത്തെ അത്യന്തം ആഴത്തിൽ വെളിപ്പെടുത്തുന്നു. യേശു മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നത്തെ തിരിച്ചറിഞ്ഞു. ചിതറിപ്പോയ ബോധം, മനുഷ്യന്റെ ശ്രദ്ധ നിരന്തരം പുറം ലോകത്തിലേക്ക് ഒഴുകുന്നു. അതിൻ്റെ ഫലമായി ആന്തരിക സാന്നിധ്യത്തെ തിരിച്ചറിയാനുള്ള കഴിവ് ദുർബലമാകുന്നു. അതേസമയം യേശു മറ്റൊരു സത്യവും വെളിപ്പെടുത്തുന്നു. ദൈവ സാന്നിധ്യം അകലെയല്ല, അത് മനുഷ്യന്റെ ആന്തരിക ആഴത്തിൽ തന്നെ നിലനിൽക്കുന്നു. അതുകൊണ്ട് പ്രശ്നം ദൈവത്തിൻ്റെ അഭാവമല്ല, മനുഷ്യബോധത്തിൻ്റെ അസ്ഥിരതയാണ്. ഈ സാഹചര്യത്തിലാണ് യേശു പറയുന്നത്, എന്നിൽ വസിക്കുവിൻ. അതായത് മനുഷ്യബോധം വീണ്ടും ആന്തരിക സാന്നിധ്യത്തിൽ വേരുറക്കണം. ഇവിടെയാണ് ധ്യാനം ഒരാഴമുള്ള ആത്മീയ അസ്തിത്വപരമായ പ്രക്രിയയായി മാറുന്നത്. ധ്യാനം മനുഷ്യനെ ലോകത്തിൽ നിന്ന് ഓടിച്ചു കളയുന്നില്ല, മറിച്ച് പുറം ചലനങ്ങളാൽ വിഴുങ്ങിപ്പോകാതെ തൻ്റെ ഉള്ളിൽ സന്നിധനാകാൻ സഹായിക്കുന്നു. അതുകൊണ്ട് ധ്യാനം എന്നത് വസിക്കാനുള്ള അഭ്യാസം എന്ന് പറയാം. അതായത് വീണ്ടും ഉള്ളിലേക്ക് മടങ്ങി വരാനുള്ള അഭ്യാസം, വീണ്ടും ശ്രദ്ധയെ സമാഹരിക്കാനുള്ള അഭ്യാസം, വീണ്ടും ആന്തരിക സാന്നിധ്യത്തിൽ നിലനിൽക്കാനുള്ള അഭ്യാസം. ഈ തുടർച്ചയായ പരിശീലനത്തിലൂടെയാണ് വസിക്കൽ ക്രമേണ ജീവിതത്തിൻ്റെ ആന്തരിക ഗുണമായി മാറുന്നത്. അപ്പോൾ മനുഷ്യൻ വെറും പുറം ലോകത്തിൻ്റെ പ്രതികരണങ്ങളിൽ ജീവിക്കുന്ന ഒരാളായി തുടരുന്നില്ല, മറിച്ച് തൻ്റെ ഉള്ളിൽ സന്നിധനാകാൻ പഠിക്കുന്ന ഒരാളായി മാറുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഒരു ചെറിയ ധ്യാന പരിശീലനത്തിലേക്ക് പ്രവേശിക്കാം. സാവധാനം ശാന്തമാക്കുക. തോളുകളിലെ മുറുക്കം പതുക്കെ വിടുക. ശ്വാസം നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ടതില്ല, അതിനെ ശ്രദ്ധിക്കുക മാത്രം. പുറത്തുള്ള ശബ്ദങ്ങൾക്കെതിരെ പോരാടേണ്ടതില്ല. ചിന്തകളെ ബലമായി നിർത്താനും ശ്രമിക്കേണ്ടതില്ല. മനസ്സ് ചിതറുകയാണെങ്കിൽ അത് സ്വാഭാവികമാണെന്ന് തിരിച്ചറിയുക. വീണ്ടും സാവധാനം തിരികെ വരിക. വീണ്ടും സന്നിഹിതനാകുക. ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ മൃദുവായി ആവർത്തിക്കാം, ജീസസ്, ജീസസ്, ജീസസ് ദ വേ. വളരെ സാവധാനം
ബലപ്രയോഗമില്ലാതെ ശ്രദ്ധയെ വീണ്ടും സമാഹരിച്ചുകൊണ്ട് ജീസസ്, ജീസസ്, ജീസസ് ദ വേ. ഈ ആവർത്തനം വെറും വാക്കുകളുടെ ആവർത്തനമല്ല, മറിച്ച് ചിതറിപ്പോയ ബോധത്തെ വീണ്ടും കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ആന്തരിക വിളിയാണ്. വീണ്ടും ഉള്ളിലേക്ക് മടങ്ങി വരിക, വസിക്കാൻ പഠിക്കുക. ഇപ്പോൾ സാവധാനത്തിൽ നമ്മുടെ കണ്ണുകൾ തുറക്കാം. ഇതാണ് വസിക്കാനുള്ള അഭ്യാസം. ഇതാണ് യേശുവിൻ്റെ ധ്യാന ദർശനത്തിൻ്റെ ഹൃദയം. നന്ദി.